ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചോറാണ്. ചെമ്മീനിനെ കൊണ്ട് ഒരു സിമ്പിളായിട്ട് ഒരു ചോറുണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് ക്യാരറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, 2 പച്ചമുളക്. അത് ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി മസാല തേച്ച് വയ്ക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുഴച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ആദ്യം നമ്മൾ ചോറ് തയ്യാറാക്കി എടുക്കാം. ചോറ് സാധാരണ നമ്മൾ ചോറ് വേവിച്ചെടുക്കണ മാതിരി തന്നെ എടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചത് ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് ഉപയോഗിച്ചത്. ക്യാരറ്റും പട്ടയും ഏലക്കായും ഒക്കെ ഇട്ട് ചോറ് വേവിച്ചെടുക്കുക. നമ്മൾ നെയ്ച്ചോറിന് വേവിക്കുന്ന മാതിരി വേവിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വാർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ചോറ് വേവിക്കുമ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല വെന്ത് കുഴഞ്ഞ് വരണ്ട, ഒരു വിധം വേവാകുമ്പോൾ തന്നെ നമ്മൾ ഊറ്റിയെടുക്കണം ചോറ്. അതിൽ പട്ടയും ഏലക്കായും ഗ്രാമ്പും ഇടാൻ മറക്കരുത് കേട്ടോ. കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചോറ് വേവിച്ചെടുത്തത്. നമ്മളിത് മസാല തേച്ച് വെച്ച് ചെമ്മീൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ മസാല ചെയ്യാൻ ഉപയോഗിച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ കുഴച്ച് വെച്ചതാണ് കേട്ടോ. അത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെമ്മീൻ. ഇത് വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിന് ശേഷം തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെ നമുക്ക് ഈ ചോറ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പട്ടയും, ഒരു ചെറിയൊരു കഷ്ണം പട്ടയും, 2 ഗ്രാമ്പും 2 ഏലക്കായും ചേർത്ത് പട്ടൻ്റെ ഇലയും ചേർത്തെടുക്കാം കേട്ടോ. ഇനി ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് വെച്ചത്. ക്യാരറ്റ് നമുക്ക് നിർബന്ധമില്ല കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുക. ഇനി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാള
ഒരു വലിയ സവാള തന്നെ എടുക്കുക, മസാല വേണമല്ലോ. അത് നീളത്തിലരിഞ്ഞ് ചേർക്കുക. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് കുക്കറിലും തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇത് ഈ രീതിയിൽ തന്നെ നമ്മൾ വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരി എടുക്കുന്നതിന് ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കുക്കറിൽ വയ്ക്കുക. എന്നിട്ട് ഒരു വിസൽ വരാനാകുമ്പോൾ നമ്മളതൊന്ന് ഓഫാക്കി വയ്ക്കുക. എന്നിട്ട് നല്ല തണുത്തതിന് ശേഷം തുറന്ന് വയ്ക്കിയാൽ നമ്മളത് ചോറും തയ്യാറായിട്ടുണ്ടാവും. അതായത് കുക്കറിൽ വയ്ക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചോറ് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കുറച്ച് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കണം. ഒരു 1/2 സ്പൂൺ ചേർക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നല്ലോണം വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. തക്കാളി ഒന്ന് ഉടഞ്ഞ് അതിൽ ചേരും. നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല, പക്ഷെ തക്കാളീൻ്റെ ഒക്കെ വെള്ളമാണ് ഇതിൽ നല്ല വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഉപ്പ് നമുക്ക് ആവശ്യത്തിന് കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് ചെമ്മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്തത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. കാരണം ചോറിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചോറ് വേവിച്ച് വെച്ചത്. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ചെമ്മീൻ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തല്ലോ. പിന്നെ സവാളയും തക്കാളിയും നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ഞാൻ പല രീതിയിൽ തന്നെ തയ്യാറാക്കുന്നത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല ചോറ് വിട്ട് കിട്ടുന്നത് ഈ രീതിയിൽ കിട്ടും. ഇതിൽ ക്യാരറ്റൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം നിർബന്ധമൊന്നുമില്ല. എനിക്ക് എൻ്റെ കയ്യിലുണ്ടാക്കി ഞാൻ ചേർത്തിടാം. ഇതിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. 1 ഗ്ലാസ് അരി എടുത്തിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ഞാൻ പറഞ്ഞത്. ഒരു ചെറിയൊരു മൂടി ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. ആ മസാലേൻ്റെ ഇതൊക്കെ ഒന്ന് ആ ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ലോ ഫ്ലെയിമിലാക്കണേ. ഹൈ ഫ്ലെയിം ആയാലും അടി കരിഞ്ഞു പോകും, കാരണം നമ്മൾ അതിൽ വെള്ളം ചേർത്തിട്ടില്ലല്ലോ. ഇപ്പോൾ മസാലേൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്.